ആദ്യമായിട്ട് മലയാള സിനിമയിൽ തൻ്റേതായ ഒരു കയ്യൊപ്പ് വെച്ച ശ്രീനിവാസൻ എന്ന ശ്രീനേട്ടൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പഞ്ചവടിപ്പാലം എന്ന സിനിമ മുതൽ തുടങ്ങിയ ഒരു ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. പക്ഷേ അതിനപ്പുറമായിട്ട് എനിക്ക് ഒരു സിനിമാ നടൻ എന്നുള്ളതിനപ്പുറമായി ഞാനുമായി അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം എന്ന് പറയുന്നത് ഒരു കർഷകൻ എന്നുള്ള രീതിയിലാണ്. കാർഷിക മേഖലയിൽ എനിക്ക് ഒരു വലിയ പ്രചോദനമായിരുന്നു ശ്രീനേട്ടൻ. ശ്രീനേട്ടനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, അദ്ദേഹം വളരെ ഡൗൺ ബർത്തായിട്ട് സാമ്പത്തികമായ എത്ര ഉന്നതിയിൽ വന്നിട്ടും അദ്ദേഹത്തിൻ്റെ കാർഷിക മേഖല, അദ്ദേഹം താമസിക്കുന്ന ആ പുരയിടത്തോട് ചേർന്ന് തന്നെ ആ കാർഷിക മേഖല അദ്ദേഹം വികസിപ്പിച്ചെടുത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ ടൗൺഷിപ്പായിരുന്ന ഒരു തൃപ്പൂണിത്തുറ പോലെ ഒരു സ്ഥലത്താണ് അദ്ദേഹം കൃഷി ചെയ്തത് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. തീർച്ചയായും ഇന്ന് അന്യം നിന്നു പോകുന്ന കാർഷിക മേഖലയ്ക്ക് ഞങ്ങളെപ്പോലെയുള്ള സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഒരു പ്രചോദനമായി നിന്നുകൊണ്ട് ഞങ്ങൾക്കൊരു വഴികാട്ടിയാവുവാൻ ശ്രീനേട്ടനെ പോലൊരാൾ ഞങ്ങളുടെ മുന്നിലുണ്ടായി എന്നുള്ളത് വളരെ വളരെ ഞങ്ങൾ അഭിമാനത്തോടെയും അതിനേക്കാൾ ഉപരിയായി കൃതജ്ഞതയോടും കൂടി അദ്ദേഹത്തെ ഓർക്കുകയാണ്. ജീവിതത്തിൽ ഇനിയും ആരെങ്കിലുമൊക്കെ സെലിബ്രിറ്റികൾ ഈ കാർഷിക മേഖലകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പ്രചോദനം എന്ന് പറയുന്നത് ശ്രീനേട്ടനായിരിക്കും.